ആദ്യം ചുരം കയറി വയനാട്ടിലേക്ക്. ഇന്ത്യയിലെ ഗ്ലാമർ മണ്ഡലം, രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലം. ഇത്തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ആർക്കെതിരെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആനി രാജ, CPI. അതെ, സ്വന്തം ഘടകകക്ഷിക്കെതിരെ, അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPIക്കെതിരെയാണ് രാഹുലിന്റെ പോരാട്ടം. BJPക്കെതിരെ അല്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. ഇന്നുകൂടി ബിനോയ് വിശ്വം മാത്രമല്ല, ആനി രാജയുടെ പങ്കാളിയായ CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മത്സരിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. അതെ, എന്തായാലും BJPക്ക് നാമമാത്ര പ്രസക്തി മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും സേഫ് സീറ്റായ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാൻ എത്തുമ്പോൾ കഴിഞ്ഞ തവണത്തെ വമ്പൻ ഭൂരിപക്ഷം ആവർത്തിക്കുമോ? കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ജയിച്ചത്. വയനാട്ടിലൂടെ അതാ ഇലക്ഷൻ ബസ് വരുന്നു. രാഹുൽ ഗാന്ധി 60%, അനി രാജ 24%, NDAയുടെ ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥി 13%. അതായത് രാഹുൽ ഗാന്ധി 60% മുകളിൽ വോട്ട് നേടിയാണ് ഇത്തവണയും ജയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവാണ് അഭിലാഷ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കൗതുകത്തോട് നോക്കുന്നത് 4 ലക്ഷത്തിന് താഴെയാകുമോ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് മാത്രമാണ്. അനി രാജ 24% വോട്ടാണ് ഇപ്പോഴത്തെ നിലയിൽ സമാഹരിക്കുമെന്ന് ഈ അഭിപ്രായ സർവേ പറയുന്നത്. അതായത് 36% ഗ്യാപ്പാണ് രാഹുൽ ഗാന്ധിയും തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയും തമ്മിൽ. ഗോളില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്നത് ഏതാണ്ട് അതുപോലെയാണ്. പക്ഷെ CPIയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തിൽ സുനീർ നേടിയതും ആനി രാജയുടെ ഇപ്പോഴത്തെ പ്രൊജക്ഷനും തമ്മിൽ ഏതാണ്ട് 1% വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി 7% വോട്ട് നേടിയെങ്കിൽ ഇത്തവണ അത് 13% പ്രൊജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും എന്തായാലും NDAക്ക് സ്ഥാനാർത്ഥി ആയിട്ടില്ല, ഉടനെ സ്ഥാനാർത്ഥി ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഞാനിപ്പോഴും കാണുന്നത് രാഹുൽ ഗാന്ധി ഇതുവരെ വയനാട്ടിലേക്ക് വന്നിട്ടില്ല കേട്ടോ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ കാല് കുത്തുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള സർവേയാണ്. കാരണം 17-ാം തീയതിയാണ് അവസാനത്തെ വിവരശേഖരണം. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഈ 60% എന്നുള്ളത് ഇനിയും ഉയർന്നു കൂടായികയൊന്നുമില്ല. അത് ഇനിയും ഉയരാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് CPIയുടെ വോട്ട് ശതമാനത്തിൽ അല്ലെങ്കിൽ LDFന്റെ വോട്ട് ശതമാനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കുറവുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ NDAയുടേത് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്.